ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ കേന്ദ്ര മന്ത്രിസഭയാണ്. പുതിയ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റു. അദ്ദേഹത്തിന് കീഴിൽ മന്ത്രിമാരെയൊക്കെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയുമാണ്. ഒരു കോഡ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കഥ പോലെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്ന രീതിയിലാണ് ആ കോഡ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് മനോഹർലാൽ ഖട്ടർ കേട്ടോ. മനോഹർലാൽ ഖട്ടറിൻ്റെ വകുപ്പുകൾ ഭവനം, നഗരകാര്യം, വൈദ്യുതി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ. അപ്പോൾ ഇതെങ്ങനെ ഓർത്തിരിക്കാം? വീടും നഗരവും മനോഹരമാക്കാൻ വൈദ്യുതി വേണം. അല്ലേ? ഭവനം, വീട്, നഗരകാര്യം, നഗരം, മനോഹരമാക്കാന്ന് വെച്ചാൽ മനോഹർലാൽ ഖട്ടർ ഓർക്കുക. വൈദ്യുതി വേണം, ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? വീടും നഗരവും മനോഹരമാക്കാൻ വൈദ്യുതി വേണമെന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തത് ജുവൽ ഓറമാണ്. ആദിവാസി കാര്യമാണ്. ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ആ ഓറം എന്നുള്ള ഇതിലെ ഓറം അതിങ്ങനെ ഓർക്കുക. അത് സിമ്പിളായിട്ട് ഓർത്തിരിക്കുക. ഈ ആദിവാസി വിഭാഗങ്ങൾ പഴയ നമ്മൾ സിനിമയിലേക്ക് എടുക്കുകയാണെങ്കിൽ ആദിവാസികൾ ഇങ്ങനെ വള്ളിയെ തൂങ്ങി വരില്ലേ, ഓ എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുത്ത് വരില്ലേ. അപ്പോൾ ആ ഓ എന്നുള്ള ഒച്ചയെടുത്ത് വരുന്ന ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അത് ഓർത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ആദിവാസി കാര്യം ഓർക്കാവുന്നതാണ്. ജുവൽ ഓറം, ആദിവാസി കാര്യം, അത് ഓർത്തിരിക്കാം. പിന്നെ ഞാൻ ആദ്യം തന്നെ കുറേ സ്ഥിരം പഴയ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് തന്നെ റീഅപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്, സെയിം ഇത് കൊടുത്തിട്ട്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാം, ലാസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പുതുതായി വന്നവരെയും അവരുടെ വകുപ്പുകളെയും എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് പഠിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ മനോഹർലാൽ ഖട്ടറിനെയൊക്കെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മനോഹർലാൽ ഖട്ടർ മനസ്സിലായി, ജുവൽ ഓറം മനസ്സിലായി. അടുത്തത് നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരി റോഡ് മുഴുവൻ എന്താണ്, ഗട്ടർ ആയിരിക്കും അല്ലേ, ഗഡ്കരി. അപ്പോൾ റോഡ് ഗതാഗതം, ഹൈവേ. ഹൈവേയിലും ഗട്ടറാണ്, റോഡിൽ മൊത്തം ഗട്ടറാണ്. ഇങ്ങനെ ഓർത്തിരിക്കാം. ഇല്ലെങ്കിൽ ഹൈവേക്കും റോഡിനും കരിയുടെ നിറമാണ് അല്ലേ. ഹൈവേക്കും റോഡിനും കറുത്ത നിറമല്ലേ കേരളത്തിലും ഇന്ത്യയിലൊക്കെ. അപ്പോൾ ഹൈവേക്കും റോഡിനും കരിയുടെ നിറമാണ്. ഗഡ്കരി, നിതിൻ ഗഡ്കരി ഓർത്തിരിക്കാം. അപ്പോൾ അടുത്തതാണ് നാലാമത്തത് ശിവരാജ് സിംഗ് ചൗഹാനാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം, ഇതൊക്കെയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ വകുപ്പുകൾ. കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ. ഇതെങ്ങനെ ഓർത്തിരിക്കാം? ഗ്രാമവികസനത്തിനായി കർഷകർ ശിവനെ ആരാധിച്ചു. എങ്ങനെയാണ്? ഗ്രാമവികസനത്തിനായി ഗ്രാമത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കർഷകർ എന്ത് ചെയ്യുന്നു? കർഷകരും കൃഷിയും ഒരേ ഇതിൽ കാണുക. കർഷകർ ശിവനെ ആരാധിച്ചു. ഗ്രാമവികസനത്തിനായി കർഷകർ ശിവനെ ആരാധിച്ചു. ശിവൻ ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഗ്രാമവികസനത്തിനായി എന്നുള്ളത് എന്താണ്? ഗ്രാമത്തിനായി കർഷകർ കൃഷി, അത് ഓർത്തിരിക്കുക. ക്ലിയർലി? അടുത്തത് അഞ്ചാമത്തത് ധർമ്മേന്ദ്ര പ്രധാനാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഏതാ? വിദ്യാഭ്യാസം അല്ലേ. വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. പ്രധാനം. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ആ പ്രധാനം എടുക്കുക. വിദ്യാഭ്യാസം വളരെ പ്രധാനമെന്ന് ഓർത്തിരിക്കുക. അടുത്തത് ആറാമത്തത് സർബാനന്ദ സോനോവാളാണ്. നമുക്ക് വാൾ എടുക്കാം. വാളെന്ന് പറഞ്ഞാൽ നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞിട്ട് വാൾ വെക്കില്ലേ, ആ സാധനം എടുക്കാം. അങ്ങനത്തെ വാൾ ഓർക്കാം കേട്ടോ. ആ വാൾ വെക്കൽ ഓർക്കാം. സർബാനന്ദ സോനോവാൾ. എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. അപ്പോൾ ഏകദേശം എല്ലാം എന്താണ്, ജലവുമായി ബന്ധപ്പെട്ടാണ്, കടലുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. അപ്പോൾ കപ്പലിൽ പോയാൽ വാള് വെക്കും. അങ്ങനെയാണ്. കപ്പൽ തുറമുഖത്തല്ലേ വരുന്നത്. കപ്പലിൽ പോയാൽ, ഷിപ്പിംഗ് അല്ലേ കപ്പലിൽ പോയാൽ വാള് വെക്കും. അപ്പോൾ അതൊരു ഗതാഗതമാണ്, ജലത്തിൽ കൂടിയുള്ളൊരു ഗതാഗതമാണ് കപ്പൽ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാം. കപ്പലിൽ പോയാൽ വാള് വെക്കും. സർബാനന്ദ സോനോവാൾ. ക്ലിയർലി? അടുത്തത് ഏഴാമത്തത് രാം മോഹൻ നായിഡു വ്യോമയാനമാണ്. ഞാൻ ഈ വ്യോമയാനത്തെ ഇവിടെ കോഡിൽ പറഞ്ഞേക്കുന്നത് എയർഫോഴ്സ് എന്നാണ്. എയർഫോഴ്സ് അല്ല, വ്യോമയാന ഗതാഗതം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ രാമൻ്റെ മോഹം എയർഫോഴ്സാണ്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. രാമൻ്റെ മോഹം എവിടെയാണ്? എയർഫോഴ്സാണ്. എയർഫോഴ്സിൽ ചേരാനാണ്, വ്യോമയാനത്തിലാകാനാണ് രാമൻ്റെ മോഹം എയർഫോഴ്സ്. രാം മോഹൻ നായിഡു വ്യോമയാനം. ക്ലിയർലി?
അടുത്തത് 8ാമത്തത് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ്. രാജാവിന് വസ്ത്രങ്ങളോടാണ് താല്പര്യം, അങ്ങനെ കേട്ടോ, രാജാവിന് വസ്ത്രങ്ങളോടാണ് താല്പര്യം. ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് എന്ന് ഓർത്തിരിക്കുക. രാജാവിന് വസ്ത്രങ്ങളോടാണ് താല്പര്യം. ഓക്കെ, അപ്പോൾ 8 ക്ലിയർ അല്ലേ? ഇനി 9ാമത്തത് കുറച്ച് ചെറുതായി പോയി, ക്ഷമിക്കുക. അശ്വനി വൈഷ്ണവ്. നമുക്ക് ആ വൈഷ്ണവിൻ്റെ വൈ മാത്രം എടുക്കാം. വൈഷ്ണവിൻ്റെ വൈ മാത്രം എടുക്കാം. അപ്പോൾ അശ്വനി വൈഷ്ണവിൻ്റെ വകുപ്പുകൾ ആദ്യം നമുക്ക് നോക്കിപ്പോകാം. റെയിൽവേ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? അശ്വനി വൈഷ്ണവ് റെയിൽവേയിലെ. അപ്പോൾ ട്രെയിനിൽ വൈഫൈ എന്നാണ് അശ്വനി വൈഷ്ണവിന് ഓർക്കുക. ട്രെയിനിൽ വൈഫൈയും TV-യും കമ്പ്യൂട്ടറുമുണ്ട്. എന്തൊക്കെയാണ്? ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അല്ലേ? TV-യിലൂടെ അല്ലേ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്? TV, കമ്പ്യൂട്ടർ മുഖേനയാണ് നമുക്ക് കിട്ടുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, അപ്പോൾ അത് കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുക. അപ്പോൾ ട്രെയിനിൽ വൈഫൈയും TV-യും ഉണ്ട്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് TV-ആയിട്ട് കണക്ട് ചെയ്യുക. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ അശ്വനി വൈഷ്ണവ് ക്ലിയർ അല്ലേ? വൈ എടുക്കുക, വൈഫൈ അങ്ങനെ മനസ്സിലാക്കിയെടുക്കുക. ഇനി 10ാമത്തത് വീരേന്ദ്രകുമാറിൻ്റെ വകുപ്പുകൾ സാമൂഹ്യനീതി, ശാക്തീകരണം. ഇത് രണ്ടുമാണ്. വീരേന്ദ്രകുമാർ സാമൂഹ്യനീതി, ശാക്തീകരണം. വനിതാ ശാക്തീകരണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ വീരന്മാർ ശാക്തീകരണത്തിലൂടെ സാമൂഹ്യനീതി ഉറപ്പാക്കും. ഇങ്ങനെ ഓർക്കുക, ശാക്തീകരണം വനിതാ ശാക്തീകരണം ആയിക്കോട്ടെ. വീരന്മാർ വനിതാ ശാക്തീകരണത്തിലൂടെ അല്ലെങ്കിൽ ശാക്തീകരണം നടത്തുന്ന വഴി എന്താണ്? സാമൂഹ്യ നീതി ലഭിക്കും അല്ലേ? സാമൂഹ്യ നീതി ഉറപ്പാക്കും. വീരന്മാർ ശാക്തീകരണത്തിലൂടെ സാമൂഹ്യ നീതി ഉറപ്പാക്കും. ഇപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? സാമൂഹ്യനീതി, ശാക്തീകരണമാണ്. 11ാമത്തത് അന്നപൂർണാദേവി, വനിതാ ശിശുക്ഷേമം. ഇതാണ് അവരുടെ വകുപ്പ്, വനിതാ ശിശുക്ഷേമം. അന്നപൂർണാദേവി എന്ന് പറഞ്ഞാൽ ഒരു ദൈവമായിട്ട് കണക്കാക്കുക. ദേവിക്ക് ഇഷ്ടം വനിതകളെയും കുട്ടികളെയുമാണ്. ദേവിക്കിഷ്ടം വനിതകളെയും കുട്ടികളെയുമാണ്. അപ്പോൾ 11 നമ്മൾ പഠിച്ചു. ക്ലിയർ അല്ലേ? 12ാമത്തത് മൻസുഖ് മാണ്ഡവ്യയുടെ വകുപ്പുകൾ തൊഴിൽ, യുവജനകാര്യം, കായികം. ഇത് 3മാണ്. അപ്പോൾ മൻസുഖ് മാണ്ഡവ്യ, തൊഴിൽ, യുവജനകാര്യം, കായികം. ഇതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം? യുവജനങ്ങൾക്ക് കായികമായ തൊഴിൽ ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടുന്നു അല്ലേ? ചില ആളുകൾക്ക് എന്താണ് കായികമായിട്ടുള്ള അധ്വാനം ചെയ്യുന്നത് കൂടി എന്താണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്താണ് ഒരു സുഖം കിട്ടാറുണ്ട് അല്ലേ? യുവജനങ്ങൾക്ക് കായികമായ തൊഴിൽ ചെയ്യുമ്പോൾ, കായികം എന്ന് പറഞ്ഞാൽ കായികം കേട്ടോ, കായികം. യുവജനങ്ങൾക്ക് യുവജനകാര്യം, തൊഴിൽ ചെയ്യുമ്പോൾ സുഖം കിട്ടുന്നു. സുഖം എന്നുള്ളത് മൻസുഖിൻ്റെ ആ സുഖം ഓർക്കുക. മൻസുഖ് മാണ്ഡവ്യ, തൊഴിൽ, യുവജനകാര്യം, കായികം. അടുത്തത് ജ്യോതിരാദിത്യ സിദ്ധ്യ, വാർത്താവിനിമയം, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം. ഇതാണ് ജ്യോതിരാദിത്യ സിദ്ധ്യയുടെ വകുപ്പുകൾ. ജ്യോതിരാദിത്യ സിദ്ധ്യ, വാർത്താവിനിമയം, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കാം, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനത്തിനായി ജ്യോതി തെളിയിച്ചത് വാർത്തയായി. മനസ്സിലായോ? മകരജ്യോതി തെളിയുന്നതൊക്കെ പറയില്ലേ, അതുപോലെ വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനത്തിനായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പൂജ ചെയ്തു, അങ്ങനെ ജ്യോതി തെളിയിച്ചു, അതെന്തായി? വാർത്തയായി. അപ്പോൾ വാർത്താവിനിമയമുണ്ട് അവിടെ. അതേപോലെ വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനമുണ്ട്. ജ്യോതി എന്ന് പറഞ്ഞാൽ എന്തോ ആലോചിക്കുക? ജ്യോതിരാദിത്യ സിദ്ധ്യയെ ആലോചിക്കുക. അപ്പോൾ വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനത്തിനായി ജ്യോതി തെളിയിച്ചത് എന്തായി? വാർത്തയായി എന്നാലോചിക്കുക. വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനത്തിനായി ജ്യോതി തെളിയിച്ചത് എന്താണ്? വാർത്തയായി. ജ്യോതിരാദിത്യ സിദ്ധ്യ, വാർത്താവിനിമയം, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനമെന്ന് ഓർത്തിരിക്കുക. ഇനി 14ാമത്തത് ആരാണ്? ഭൂപേന്ദർ യാദവാണ്. ഭൂപേന്ദർ യാദവ് അല്ലേ? ഭൂമി അല്ലേ? ഭൂപേന്ദർ യാദവ്.
പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം, ഇതൊക്കെ ഭൂമിയെ ബാധിക്കും അല്ലേ. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. വനവും പരിസ്ഥിതിയും ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. ഭൂമി എന്നുള്ളത് ഭൂപേന്ദർ യാദവിനെ ആലോചിക്കുക. വനവും പരിസ്ഥിതിയും ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു എന്ന് ആലോചിക്കുക. അപ്പോൾ എന്താണ്, സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്നതാണ്. അപ്പോൾ ഭൂപേന്ദർ യാദവ്, പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. അടുത്തത് 15ാമത്തത് ഹർദീപ് സിംഗ് പുരിയാണ്. ഹർദീപ് സിംഗ് പുരി എങ്ങനെ ഓർത്തിരിക്കാം? പുരി പുരയായിട്ട് ഓർക്കുക. വീട്, പുര എന്ന് പറഞ്ഞാൽ വീട് അല്ലേ, നമ്മൾ പറയാറുണ്ട് പുര, പുരയ്ക്ക് പോവുക അല്ലേ, പുര അല്ലേ. ഹർദീപ് സിംഗ് പുര, ആ പുര മാത്രം നമുക്ക് എടുക്കാം. പെട്രോളിയം, പ്രകൃതിവാതകം. ഹർദീപ് സിംഗ് പുരിയുടെ വകുപ്പുകളാണ് പെട്രോളിയവും പ്രകൃതിവാതകവും. ഇതെങ്ങനെ ഓർത്തിരിക്കാം? പെട്രോളും പ്രകൃതിവാതകവും പുരയ്ക്കകത്ത് വെക്കരുത് അല്ലേ. പുരയ്ക്കകത്ത് കൊണ്ട് വെക്കാൻ പറ്റുമോ? തീ പിടിച്ച് കഴിഞ്ഞാൽ പണിവാളില്ലേ. അപ്പോൾ പെട്രോളും പ്രകൃതിവാതകവും പുരയ്ക്കകത്ത് വെക്കരുത്. ഹർദീപ് സിംഗ് പുരി പെട്രോളിയം, പ്രകൃതിവാതകമെന്ന് ഓർത്തിരിക്കുക. അടുത്തത് 16ാമത്തത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഗജം എന്ന് പറഞ്ഞാൽ ആനയല്ലേ. ഓക്കെ, അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിൻ്റെ വകുപ്പുകളാണ് സാംസ്കാരികം, ടൂറിസം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ആന ടൂറിസം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എന്താണ്? ആന ഗജമായിട്ട് കണക്ട് ചെയ്യുക. ആന ടൂറിസം സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് ഓർത്തിരിക്കുക. ആന ടൂറിസം സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് ഓർത്തിരിക്കുക. 17 ജി കിഷൻ റെഡ്ഡി. കൽക്കരി ഖനിയാണ് കിഷൻ റെഡ്ഡിയുടെ വകുപ്പുകൾ. കൽക്കരി ഖനി. ജി കിഷൻ റെഡ്ഡി, കൽക്കരി ഖനി. കൽക്കരി ഖനി റെഡി എന്ന് ആലോചിക്കുക അല്ലേ. കൽക്കരി ഖനി റെഡിയായി. കൽക്കരി ഖനി റെഡി. ജി കിഷൻ റെഡ്ഡി, കൽക്കരി ആൻഡ് ഖനി. അടുത്തത് 18ാമത്തത് സി ആർ പാട്ടീലിൻ്റെ വകുപ്പ് ഏതാണ്? ജലശക്തി. ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഈ തമിഴ്നാട്ടിലൊക്കെ പാട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മുമ്മ അല്ലേ. പാട്ടി അല്ലേ, പാട്ടി അങ്ങനെ നീട്ടി വിളിക്കുക, അമ്മുമ്മയെ വിളിക്കുക. പാട്ടി കൊഞ്ചം തണ്ണി എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം അല്ലേ, ജലം കൊണ്ടുവരിക അല്ലെ, വെള്ളം കൊണ്ടുവരിക. പാട്ടി കൊഞ്ചം തണ്ണി അല്ലേ, ജലം. പാട്ടീൽ സി ആർ പാട്ടീൽ. ജലം, തണ്ണി എന്ന് പറഞ്ഞാൽ ജലം, ജലശക്തി. സി ആർ പാട്ടീൽ, ജലശക്തി. ഓക്കെ അല്ലേ. അടുത്തത് 19ാമത്തത് ചിരാഗ് പസ്വാനാണ്. പാസ്. ഭക്ഷ്യ സംസ്കരണം, വ്യവസായം, ഇത് രണ്ടുമാണ് ചിരാഗ് പസ്വാൻ്റെ വകുപ്പുകൾ. ഭക്ഷ്യ സംസ്കരണം അതേപോലെ വ്യവസായം. ഭക്ഷ്യ സംസ്കരണത്തിനും വ്യവസായത്തിനും പാസ് വേണം. ഇങ്ങനെ ആലോചിക്കുക. എന്നാണ് പസ്വാൻ. ഭക്ഷ്യ സംസ്കരണം ചെയ്യാനും അതേപോലെ വ്യവസായം ആരംഭിക്കുന്നതിനൊക്കെ എന്താണ്? പാസ് വേണം. ഇങ്ങനെ ആലോചിച്ച് വെക്കുക. ചിരാഗ് പസ്വാൻ. ഭക്ഷ്യ സംസ്കരണം അതേപോലെ തന്നെ വ്യവസായം. ഭക്ഷ്യ സംസ്കരണത്തിനും വ്യവസായത്തിനും പാസ് വേണം എന്ന് ഓർത്തിരിക്കുക. 20ാമത്തത് രാജീവ് രഞ്ജൻ സിംഗിൻ്റെ വകുപ്പുകൾ ഫിഷറീസ്, പഞ്ചായത്തി രാജ്. പഞ്ചായത്തിലെ മീൻ രാജാവിനുള്ളതാണ്. എന്താണ്? പഞ്ചായത്തിലെ മീൻ, പഞ്ചായത്തി രാജ്, പഞ്ചായത്തിലെ മീൻ എന്ന് പറഞ്ഞാൽ ഫിഷറീസ് ആലോചിക്കുക. രാജീവ് രാജാവായിട്ട് കണക്ട് ചെയ്യുക. പഞ്ചായത്തിലെ മീൻ രാജാവിനുള്ളതാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി 21ാമത്തത് ഇതൊക്കെ എന്താണ്? പ്രീവിയസ് പഴയ മന്ത്രിസഭയിലും ഇവർ ഈ വകുപ്പുകൾ തന്നെയായിരുന്നു. രാജ്നാഥ് സിംഗ് പ്രതിരോധമാണ്. പ്രതിരോധം തീർക്കുന്നത് നാഥനാണ് അല്ലേ. പ്രതിരോധം തീർക്കുന്നത് നാഥൻ, ദൈവമാണ് അല്ലേ. എങ്ങനെ ആലോചിക്കുക? പ്രതിരോധം തീർക്കുന്നത് നാഥനാണ്. അമിത്ഷാക്ക് കുറച്ചെന്താണ്? ഒരു സഹകരണമില്ലാത്തൊരു മനോഭാവമാണ് അല്ലേ. പുള്ളിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സഹകരണം ഉണ്ടാവില്ല അല്ലേ. സഹകരണം, ആഭ്യന്തരമാണ് പുള്ളിയുടെ മെയിൻ അല്ലേ. ആഭ്യന്തരം, സഹകരണം. ആരാണ്? അമിത്ഷാ. ആഭ്യന്തര സഹകരണം അമിതമാണ് എന്നെങ്കിലും ആലോചിച്ചിരിക്കുക കേട്ടോ. ആഭ്യന്തര സഹകരണം അമിതമാണ്, കൂടുതലാണ്. ഇങ്ങനെ ആലോചിക്കുക. ഇനി 23 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 23 ആരാണ്? നിർമ്മല സീതാരാമൻ. ധനകാര്യം, കോർപ്പറേറ്റ് കാര്യമാണ് നമുക്കറിയാം. ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ എന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ കൂടി ഓർത്തിരിക്കുക, കോർപ്പറേറ്റ് കാര്യം കൂടി ഓർത്തിരിക്കുക. സീതയ്ക്ക് ധനത്തിൻ്റെ കാര്യത്തിൽ ഒരു കോർപ്പറേഷനുമില്ല. എന്താണ്? കാശിൻ്റെ കാര്യത്തിൽ ഒരു സഹകരണവും ഇല്ല. ആർക്ക്? സീതക്ക് ധനത്തിൻ്റെ കാര്യത്തിൽ ഒരു
ഒരു കോർപ്പറേഷനും ഇല്ല എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 23 ക്ലിയർ അല്ലേ? 25 എസ് ജയശങ്കർ, വിദേശകാര്യം, വിദേശ മണ്ണിൽ ജയം അല്ലേ? ക്രിക്കറ്റ് കളിക്കാൻ പോയാൽ നമുക്ക് പറയാറില്ലേ, ഇന്ത്യ വിദേശ മണ്ണിൽ ജയിച്ചു. അപ്പോൾ വിദേശകാര്യം ജയിക്കണം അല്ലേ? വിദേശകാര്യം, വിദേശത്തിൽ നമ്മൾ വിദേശ രാജ്യങ്ങളെക്കാൾ മുന്നിലായിരിക്കണം. വിദേശകാര്യം ജയശങ്കർ കേട്ടോ, ജയശങ്കറാണ് വിദേശകാര്യം. 25 ജഗത് പ്രകാശ് നദ്ദയാണ്. ആരാണ്? ജഗത് പ്രകാശ് നദ്ദ. ആരോഗ്യ കുടുംബക്ഷേമം, കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ, ഇത്രയുമാണ് വകുപ്പുകൾ. ആരോഗ്യ കുടുംബക്ഷേമം, കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ ആണ് പുള്ളിയുടെ വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കെമിക്കൽ ഉപയോഗിക്കാതിരുന്നാൽ കുടുംബത്തിൽ ആരോഗ്യമുണ്ടാകും അല്ലേ? കെമിക്കൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആരോഗ്യം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ കെമിക്കൽ ഉപയോഗിക്കാതിരുന്നാൽ കുടുംബത്തിൽ ആരോഗ്യമുണ്ടാകും, കുടുംബം പ്രകാശപൂരിതമാകും അല്ലേ? എല്ലാവർക്കും എന്താണ് സന്തോഷവും അതേപോലെ ആരോഗ്യവും ഉണ്ടെങ്കിൽ ഹാപ്പി ആവില്ലേ? ആ ഹാപ്പി ആകുന്നതിനെ ആണ് ഞാൻ പ്രകാശപൂരിതം എന്നതുകൊണ്ട് കണക്ട് ചെയ്തത്. അപ്പോൾ അത് പ്രകാശ് നദ്ദയാക്കുക. കെമിക്കൽ ഉപയോഗിക്കാതിരുന്നാൽ കുടുംബത്തിൽ ആരോഗ്യമുണ്ടാകും, കുടുംബം പ്രകാശപൂരിതമാകുമെന്ന് ഓർത്തിരിക്കുക. 26 പീയൂഷ് ഗോയലാണ് അല്ലേ? പീയൂഷ് ഗോയൽ എങ്ങനെ ഓർത്തിരിക്കാം? ഞാൻ കോഡ് അവിടെ എഴുതിയിട്ടില്ല. സിമ്പിൾ. ആ പി എടുക്കുക, പീയൂഷ് ഗോയൽ അല്ലേ? വാണിജ്യ വ്യവസായം, വലിയ വലിയ ഫാക്ടറികളിലൊക്കെ ഒരു സൈറം മുഴങ്ങും സമയമാകുമ്പോൾ അല്ലേ? പീ എന്ന് പറഞ്ഞിട്ട് സൈറം മുഴങ്ങും. അങ്ങ് പീയൂഷ് ഗോയൽ, വാണിജ്യ വ്യവസായം എന്നാണ് അതുമായിട്ട് കണക്ട് ചെയ്താൽ മതി. വാണിജ്യ വ്യവസായത്തിൽ ഒരു പീ മുഴങ്ങും അല്ലേ? ഒരു സൗണ്ട് മുഴങ്ങും. പീയൂഷ് ഗോയൽ, വാണിജ്യ വ്യവസായം. ഇനി 27 എച്ച് ഡി കുമാരസ്വാമിയാണ്. എച്ച് ഡി കുമാരസ്വാമിയെ നമ്മുടെ കേരളത്തിലെ കുമാരനാശാനുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തത്. കുമാരനാശാൻ മലബാറിൽ ഒരു ഓട് വ്യവസായം സ്ഥാപിച്ചിരുന്നു. കുമാരനാശാൻ, നമ്മുടെ കവിയായ കുമാരനാശാൻ. അപ്പോൾ അതുമായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്തതാണ്. ഖന വ്യവസായം, സ്റ്റീൽ വ്യവസായം, ഇത് രണ്ടുമാരാണ് കുമാരസ്വാമി. കുമാരനാശാൻ്റെ ഓട് വ്യവസായം എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ എന്താണ് ഓർത്തിരിക്കുക? എച്ച് ഡി കുമാരസ്വാമി, ഖന വ്യവസായവും സ്റ്റീലും, ഇത് രണ്ടുമാരാണ് എച്ച് ഡി കുമാരസ്വാമിയാണ്. ഇനി 28 പ്രഹ്ലാദ് ജോഷിയാണ്. 28 ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം എന്നാണ്. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം. ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷം ഉണ്ടാവില്ലേ? ഒരു ആഹ്ലാദം ഉണ്ടാവില്ലേ? അത് തന്നെ കാര്യം. അപ്പോൾ ഉപഭോക്തൃകാര്യം കൂടി അതിൽ കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ ഒരു ആഹ്ലാദം ഉണ്ടാകും അല്ലേ? അതൊരു ഉപഭോക്തൃകാര്യമായിട്ട് കൂട്ടുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. 29 ജിതിൻ റാം മാഞ്ചി. ഞാൻ ഈ മാഞ്ചിയെ ഇഞ്ചിയായിട്ട് കണക്ട് ചെയ്യുന്നു കേട്ടോ. ഇഞ്ചി, അതായത് ജിതിൻ റാം മാഞ്ചിയുടെ വകുപ്പുകൾ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എങ്ങനെ ഓർത്തിരിക്കാം? ഇഞ്ചി സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കൃഷി സംരംഭമാണ്. ഇഞ്ചി സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കൃഷി സംരംഭമാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ജിതിൻ റാം മാഞ്ചിയെ മനസ്സിലായില്ലേ? അടുത്തത് 30 കിരൺ റിജിജുവിൻ്റെ വകുപ്പുകൾ, ഇതിന് പ്രത്യേകിച്ച് കോഡൊന്നുമില്ല. പാർലമെൻ്ററി കാര്യം, ന്യൂനപക്ഷ കാര്യം. കിരൺ റിജിജു. അപ്പോൾ ന്യൂനപക്ഷ കാര്യം, പാർലമെൻ്ററി കാര്യമെന്ന് ഓർത്തിരിക്കുക. പാർലമെൻ്ററി കാര്യം, ന്യൂനപക്ഷ കാര്യം. അവസാനം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വകുപ്പുകളാണ് ആണവോർജം, ബഹിരാകാശം, പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ് അല്ലേ? ഇതൊക്കെ ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇനി മറ്റ് മന്ത്രിമാർക്ക് കൊടുക്കാത്ത ബാക്കി എല്ലാ വകുപ്പുകളും നോക്കുന്ന ആരാണ്? നരേന്ദ്രമോദിയാണ് അല്ലേ? അപ്പോൾ ബഹിരാകാശം, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി എപ്പോഴും എയറിലായിരിക്കും അല്ലേ? ബഹിരാകാശം. പേഴ്സണൽ, അതേപോലെ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ്, ആണവോർജം. മറ്റു മന്ത്രിമാർക്ക് കൊടുക്കാത്ത വകുപ്പുകളും ആരായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കും കൈകാര്യം ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്